Welcome back to Asianet Bachelor's Kitchen Season 3 powered by DAC and Persil. അപ്പോൾ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ കണ്ടിരുന്നു നമ്മുടെ സ്റ്റൂ അതിൽ ആരാണ് ജയിക്കുന്നതെന്ന് അറിയാനായിട്ട്. ആദ്യം നമുക്ക് എല്ലാവരെയും ഒന്ന് സ്വാഗതം ചെയ്ത് തുടങ്ങാം. നമ്മുടെ റെഡ് ടീം വെൽക്കം ലിൻജോ, വിവേക്, and of course ബ്ലൂ ടീം ലെനൻ, റെനൽ വെൽക്കം. and of course ഇന്ന് നിങ്ങൾ എല്ലാവരും അക്ഷമരായിട്ട് കാത്തു നിൽക്കുന്നത് ഇദ്ദേഹം ആരെയാണ് ഇത്തവണ ജയിപ്പിക്കുന്നതെന്ന് അറിയാനായിട്ടാണ് അല്ലേ? രണ്ടുപേരുടെയും ചിക്കൻ സ്റ്റൂ പൊളിയായിരുന്നു എന്നാണ് പറഞ്ഞത്. രണ്ടുപേര് എന്താണത്? ഷെഫിന് കൊടുക്കാൻ വേണ്ടി. ഷെഫിന് കൊടുക്കാൻ ലവ് ലെറ്റർ എന്താണ് ഇത്? അപേക്ഷയാണ്. ഇതെന്തോ എഴുതി വെച്ചേക്കുന്നത്? മലയാളം. എനിക്ക് വായിക്കാൻ അറിയുന്ന മലയാളം ഇങ്ങനല്ല. എനിക്ക് തീരെ പറ്റുന്നില്ല. ഇതെന്തോ കാത്തിരിപ്പ് എഴുതി വെച്ചിട്ട് അപേക്ഷ എന്നോ? താനെന്താ പറയാനുള്ളത് വെച്ചാ പറ. അല്ല വായിക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഞാൻ പാടിക്കേൾപ്പിക്കാം. ആ മതി, പാട്ടായിട്ട് പാടിക്കും. അതാണ് പറഞ്ഞിട്ടുള്ള പണി. കേൾക്കട്ടെ. ഞാൻ കുടിക്കണ കഞ്ഞിയില്ലെന്തിന് കല്ലിട്ടളക്കണ ഷെഫേട്ടാ, അവിടെയും മണിച്ചേട്ടന്റെ പാട്ട്. ഞങ്ങൾ ഉണ്ടാക്കുന്ന ഫുഡിന് മൊത്തം കുറ്റം പറയല്ല ഷെഫേട്ടാ, കുറ്റം പറയല്ല ഷെഫേട്ടാ. പണി മൊത്തം. ഷെഫേട്ടൻ നല്ല പേര്. കൂടെ വരുന്നതും ഇതിനാണോ, കൂട്ടിനുള്ളത് നിസാമാണോ? കൂടെ വരുന്നതും ഇതിനാണോ, കൂട്ടിനുള്ളത് നിസാമാണോ? ഞങ്ങൾ ഉണ്ടാക്കുന്ന ഫുഡിന് മൊത്തം കുറ്റം പറയല്ല ഷെഫേട്ടാ, കുറ്റം പറയല്ല ഷെഫേട്ടാ. ഞാൻ കുടിക്കണ കഞ്ഞിയില്ലെന്തിന് കല്ലിട്ടളക്കണ ഷെഫേട്ടാ, ഞങ്ങൾ ഉണ്ടാക്കുന്ന ഫുഡിന് മൊത്തം കുറ്റം പറയല്ല ഷെഫേട്ടാ, കുറ്റം പറയല്ല ഷെഫേട്ടാ. കൂടെ വരുന്ന മിഥുനാണോ, കൂട്ടിനുള്ളത് നിസാമാണോ? കൂടെ വരുന്ന മിഥുനാണോ, കൂട്ടിനുള്ളത് നിസാമാണോ? മൂന്നാളും കൂടിയിട്ട് ഞങ്ങൾ ഉണ്ടാക്കുന്ന ഫുഡിന് സപ്പോർട്ട് തന്നൂടെ, ഫുഡിന് സപ്പോർട്ട് തന്നൂടെ. അതെ, ഇത് നാലാക്കി മടക്കി അവിടെ വെച്ചിട്ട് അങ്ങോട്ട് പോയി നിന്നേ. പക്ഷെ പാട്ടടിപൊളിയായിരുന്നു. പാട്ടടിപൊളി. അല്ല ചേട്ടാ, ഞങ്ങളുടെയും കൂടെ അപേക്ഷയായിട്ടൊന്ന് കണക്കാക്കാൻ പറ്റുമോ? ഇനി നിങ്ങളുടെ അപേക്ഷയായിട്ട് കണക്കാക്കുന്നേ ഇല്ല. ഇവരെല്ലാരും കൂടെ പാടിയാലേ എനിക്ക് പാടണ്ടേ? അയ്യോ, അങ്ങനെ ഒന്നും ചിന്തിക്കല്ലേ. അതെ, ഞാനൊരു കാര്യം പറയാം. ഷെഫിനെ സ്വാധീനിക്കാൻ പാടില്ല. ഷെഫ് വളരെ ഇൻഡിപെൻഡന്റ് ആയിട്ട് ഡിസിഷൻ എടുക്കുകയാണ്. ഇത്തവണത്തെ ഇൻഡിപെൻഡന്റ് ഡിസിഷൻ പ്രശ്നമാവുമല്ലോ. ചെവി പറഞ്ഞല്ലോ എന്റെ അടുത്ത്. കാരണം നിങ്ങൾ ഈ അപേക്ഷ കൊടുത്തപ്പോ പുള്ളി ഇനി ഒരു ഡയലമയിലായില്ലേ ഭയങ്കരമായിട്ട്. ഇനി ടൈം ഫോർ വേർഡിക്റ്റ്. പറഞ്ഞോളൂ, ആരാണ് ഈ രണ്ടുപേരിൽ ഏറ്റവും നന്നായിട്ട് ചിക്കൻ സ്റ്റൂ, നമ്മുടെ ഇഷ്ടു ഉണ്ടാക്കിയത്? ഇഷ്ടു രണ്ടുപേരുടെയും പ്രൊഡക്റ്റ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഓണസ്റ്റ് ആയിട്ട് പറഞ്ഞതാ. പിന്നെ ചെറിയ പ്രശ്നങ്ങൾ ഞാൻ ഓൾറെഡി നിങ്ങൾ ടേസ്റ്റ് ചെയ്തപ്പോൾ തന്നെ രണ്ടുപേരോടും പറഞ്ഞു എന്താണ് നിങ്ങളുടെ ഡിഷിൻ്റെ പ്രശ്നം, എന്താണ് നിങ്ങളുടെ ഡിഷിൽ ഇമ്പ്രൂവ് ആക്കാൻ പറ്റുന്ന ഒരു സംഭവം. പക്ഷേ എന്ന് ടോട്ടലി നോക്കിക്കഴിഞ്ഞാൽ ഐ സ്റ്റിൽ ലൈക്ക് ബ്ലൂ ടീംസ്. ആദ്യം ചെയ്ത ലെനിൻ ചെയ്ത ഫസ്റ്റ് കാര്യം എന്താ പറയുക? ബ്ലൂ ടീം ബെറ്റർ എന്ന് പറഞ്ഞപ്പോ ചുറ്റും നോക്കി ബ്ലൂ ടീം ഇവിടെ ഉണ്ടോ? സ്വന്തം കാര്യത്തിൽ ഒരു വിശ്വാസം വേണേ. അപ്പൊ ഇതൊരു അപേക്ഷ തന്നുകൊണ്ടല്ല കേട്ടോ. താങ്ക് യു. അല്ല, അപേക്ഷ അല്ല. ഞാൻ പറഞ്ഞുതരാം. രണ്ടുപേരുടെയും സ്റ്റൂ ഞാൻ അഗൈൻ റിപ്പീറ്റ് ചെയ്യണം. നിങ്ങളുടെ സ്റ്റൂ കുറച്ച് കൂടുതൽ തിക്കായിരുന്നു. ഇവരുടെ തിക്നെസ് വാസ് ഓക്കെ. നമ്മളെപ്പോഴും ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുമ്പോൾ ഉണ്ടല്ലോ എന്താ തീരുമാനിക്കുന്നത്, ഒരു ലൈറ്റായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുമ്പോൾ ഞാൻ നോർമലി ഓർഡർ ഒരു പൊറോട്ടയോ ബീഫോ അല്ല. എന്നാ ഞാൻ എന്റെ കാര്യം മലയാളിയുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഞാൻ പറയാൻ വന്ന കാര്യം എന്ന് പറഞ്ഞോട്ടെ. നിങ്ങൾ ഈ ഷെഫായിട്ട് ലോകം മുഴുവൻ കറങ്ങണുണ്ടാ? നമുക്ക് എവിടെയെങ്കിലും തിരിച്ചു ചെന്നാൽ തന്നെ രാവിലെ ചെന്നാൽ എന്തുണ്ട് കഴിക്കാന്ന് പറയുമ്പോൾ അവര് മസാല ദോശ പൂരി എന്നൊക്കെ പറയുമ്പോൾ പൊറോട്ട ഉണ്ടോ? ഉണ്ട്. ബീഫ് ഉണ്ടോ? എന്നാ പൊറോട്ടയും എന്നാണ് നമ്മൾ പറയാറ്. എന്നാൽ വിവേക് എങ്ങനെയല്ലേ? അപ്പൊ എന്താ പിന്നെ ഹെവി ആക്കാം പോട്ടെ. അപ്പൊ അങ്ങനെ ഒരു സിറ്റുവേഷനില് നമ്മള് അപ്പൊ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോകുമ്പോ
പറയുന്നത് ഒരു അപ്പവും സ്റ്റൂ ആയിക്കോട്ടെ. അപ്പോൾ സ്റ്റൂ എന്ന് പറഞ്ഞാൽ ഭയങ്കര ലൈറ്റ് ആയിരിക്കും. അതിൻ്റെ അപ്പോ ലൈറ്റ് ആയിട്ട് ചിക്കൻ സ്റ്റൂ ലൈറ്റ് ആയിട്ട് ഒരു ചിക്കൻ സ്റ്റൂ ലൈറ്റ് ആയിട്ട് അത് ഗ്രേവി ആയിട്ട് വരണം. നമ്മൾ അത് മുക്കി കഴിക്കാൻ തോന്നണം. അപ്പോൾ അതിനകത്ത് വരുന്നത് പറഞ്ഞാൽ അതിൻ്റെ ആ ഗ്രേവി ഇല്ലേ, അതിൻ്റെ ഫ്ലേവറാണ് ഇമ്പോർട്ടൻറ്റ്. അതിൻ്റെ തിക്നെസ് ആക്കിയിട്ട് കുഴച്ച് അവിയൽ മാതിരി ആക്കുന്നതല്ല. സോ ഇറ്റ് ഹാസ് ടു ബി ലൈറ്റർ. ഇത്ര നല്ലതാണെന്ന് പറഞ്ഞിട്ട് ഇവർ ഒരുപാട് കുറ്റം ഇല്ല, ഈ ഒരു സെറ്റ് പരിപാടിയേ ഉള്ളൂ. ഇതിനകത്ത് നിങ്ങൾ രണ്ടുപേരിൽ നിന്നും ഇവർക്ക് പോയിന്റ്സ് കൂടുതൽ കിട്ടിയെന്ന് പറഞ്ഞാൽ ആ പറഞ്ഞൊരു ഫാക്ടറാണ് ഫ്ലേവർ. അതായത് ഇട്ട് ആ ഒരു നമ്മുടെ ഡ്രൈ സ്പൈസസ് ഇട്ടില്ലേ, ഏലക്കയും ഗ്രാമ്പൊക്കെ ഇട്ടില്ലേ, അതിൻ്റെ ആ സോസിനകത്ത് നല്ലപോലെ ഇൻഫ്യൂസ്ഡ് ആയിരുന്നു അവരുടെ സോസ്. പിന്നെ നിങ്ങൾ ചെയ്തൊരു നല്ല കാര്യം പറഞ്ഞാൽ ആ ഒണിയൻ നിങ്ങൾ നല്ലപോലെ സോട്ടേ ചെയ്തിട്ടാണ് ചെയ്തത്, ആ സ്റ്റ്യൂ ഉണ്ടാക്കിയത്. അതുകൊണ്ട് നിങ്ങളുടെ സ്റ്റ്യൂവിൻ്റെ കളർ നല്ല ഭംഗിയുള്ളതായിരുന്നു. എന്നാൽ ആ ഡ്രൈ സ്പൈസസ് കുറച്ചുകൂടി ഇൻഫ്യൂസ്ഡ് ആയിരുന്നെങ്കിൽ അതെ, അത് നിങ്ങൾ മുകളിലിട്ടു. പക്ഷേ എപ്പോഴും സ്റ്റ്യൂവിൻ്റെ ഫ്ലേവറും ടേസ്റ്റും നമ്മൾ മുകളിൽ ഇടുന്ന ഗരം മസാലയിലല്ല, കൂടുതലും നമ്മുടെ ആ ഡ്രൈ സ്പൈസസ് ഉണ്ടല്ലോ, അതായത് ഏലക്ക ഗ്രാമ്പൂ പട്ട ഇടുന്നില്ലേ, അതാണ് നമുക്ക് ആ സ്റ്റ്യൂവിനെ സ്റ്റ്യൂ ആക്കുന്നത്. മനസ്സിലായോ? സോ ദേ ഗോട്ട് സം അഡീഷണൽ പോയിന്റ്സ്. അതുകൊണ്ടാണ് ഇന്ന് അവർ വിന്നത്. കലക്കില്ലേ രണ്ടാം പാല് അത് പക്ഷെ ആ കാര്യം എനിക്കൊന്ന് ചോദിക്കാറുണ്ട്. ഈ രണ്ടാം പാലെന്ന് വിളിക്കുന്ന പാലിനെ ആദ്യം ഒഴിക്കണം എന്നാണോ നിങ്ങൾ പറയുന്നത്? ഈ അപ്പൊ ഒന്നാം പാലെന്ന് വിളിക്കുന്നതിന് പോലെ അതിന് രണ്ടാം പാലെന്ന് വിളിച്ചാൽ പോലെ. ഇത് നമ്മൾ തേങ്ങ പിഴിഞ്ഞ് എടുക്കുന്ന ആദ്യത്തെ പാൽ എപ്പോഴും നല്ല തിക്കായിരിക്കും. അതാണ് എപ്പോഴും നല്ല ഫ്ലേവറും റിച്ച്നെസ്സും തിക്നെസ്സും ഉള്ള പാൽ. അതാണ്. രണ്ടാമത് കുറച്ചുകൂടെ വെള്ളം ചേർത്തിട്ട്. താങ്കൾ ഒന്നും തെറ്റിദ്ധരിക്കുന്നത്, നമ്മൾ വാങ്ങുന്നത് ഈ ടിന്നിൽ തുറക്കാൻ പറ്റുന്ന അത് ഒന്നാം പാലാണോ രണ്ടാം പാലാണോ? പിന്നീട് അറിയാം, ആദ്യം ഒഴിക്കുന്നത് എന്നാലും ഒന്നാം പാലാ, പിന്നെ പാത്രം കഴുകി ഒഴിക്കുന്നത് രണ്ടാം പാല്. പാത്രം കഴുകി ഒഴിക്കാല്ലേ? ഞാൻ വിചാരിച്ച അമ്മ വെറുതെ പറ്റിക്കാൻ വേണ്ടി ചെയ്യണം. ഞാൻ വിചാരിച്ചത് തികയാത്തത് കൊണ്ട് എന്തോ ആണെന്ന് തോന്നുന്നു വെള്ളം ഒഴിച്ചില്ല. അതൊന്ന് ഒന്ന് കലക്കി. നമ്മള് മലയാളികളല്ലേ, നമുക്ക് എത്ര ആയാലും നമ്മൾ മറ്റേ ടൂത്ത് പേസ്റ്റ് ഒക്കെ ഉപയോഗിക്കണമല്ലേ ഏറ്റവും അവസാനം വരെ. അപ്പൊ രണ്ടാം പാൽ എപ്പോഴും ഒന്നാമതും ഒന്നാം പാൽ എപ്പോഴും രണ്ടാമതുമായിട്ട് വേണം ഉപയോഗിക്കാൻ. ഒന്നാം പാൽ ഒഴിച്ചിട്ട് അധികം കുക്ക് ചെയ്യാറില്ല. കാര്യത്തിൽ തീരുമാനമായിട്ട് രണ്ടാം പാൽ എപ്പോഴും ഒന്നാമതും ഒന്നാം പാൽ എപ്പോഴും രണ്ടാമതും അതങ്ങനെ വേണം ഉപയോഗിക്കാനായിട്ട്. മനസ്സിലായി? പഠിച്ചു വരുമ്പോ സമയം ബാക്കി പറയാം. ശരി, അപ്പൊ അങ്ങനെ കഴിഞ്ഞ എപ്പിസോഡുകളിലെല്ലാം 2 പോയിന്റിൽ മുന്നേറി നിന്നിരിക്കുന്ന നമ്മുടെ റെഡ് ടീം ഇപ്പോഴും ആ 2 പോയിന്റിൽ നിൽക്കുന്നു. പക്ഷെ അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് നമ്മുടെ ബ്ലൂ ടീം അപ്പോ കൺഗ്രാറ്റുലേഷൻസ്. അപ്പോ ഇനി അടുത്തതിൽ അവരത് ടൈ ആക്കി കഴിഞ്ഞാൽ പിന്നെ മത്സരം മുറുകും. അതുകൊണ്ട് കുറച്ചൊന്ന് സെറ്റായിട്ട് വേണം ചെയ്യാനായിട്ട്. ഓക്കെ, once again congratulations. പക്ഷേ നമുക്കങ്ങനെ നമ്മുടെ സ്റ്റൂവിനെ പറ്റിയിട്ടും തേങ്ങാപ്പാലിനെ പറ്റിയിട്ടും PhDയും അതിനെ പറ്റിയിട്ടുള്ള 3 ഗ്രന്ഥങ്ങളും എഴുതിയ നമ്മുടെ ഷെഫ് സിനു ചന്ദ്രൻ, തനി രാവണനാ, 10 തലയാ. അതായത് തേങ്ങാപ്പാലിനെ പറ്റിയിട്ടുള്ള 3 പ്രബന്ധങ്ങൾ പുള്ളിയുടേതാ. അപ്പോ ആ തേങ്ങാപ്പാലിനെ പറ്റിയുള്ള 3 പ്രബന്ധങ്ങൾ എഴുതിയ ഈ മനുഷ്യനെ കൊണ്ട് നമുക്ക് ഒരു സ്റ്റൂ ഉണ്ടാക്കി നോക്കണ്ടേ? ഇല്ലേ? നമുക്കൊരു ചിക്കൻ സ്റ്റൂ ഉണ്ടാക്കി നോക്കണ്ടേ? ഷെഫ്, കുക്കിംഗ് ടൈം റെഡി അല്ലേ? അപ്പൊ നമ്മളൊരു ബ്രേക്ക് എടുത്തിട്ട് വരാം. ഓക്കെ, അപ്പോ ഏഷ്യനെറ്റ് ബാച്ചിലേഴ്സ് കിച്ചൺ സീസൺ 3 പവർഡ് ബൈ ഡാക് ആൻഡ് പേഴ്സണൽ ഒരു ഷോർട്ട് ബ്രേക്ക്. വെൽക്കം ബാക്ക് ടു ഏഷ്യനെറ്റ് ബാച്ചിലേഴ്സ് കിച്ചൺ സീസൺ 3 പവർഡ് ബൈ ഡാക് ആൻഡ് പേഴ്സണൽ കുക്കിംഗ് ടൈം. ഷെഫ്, നമ്മൾ നേരത്തെ അവരോടൊക്കെ പറഞ്ഞു വെച്ചത് വെച്ച് നമുക്ക് ഇനി രണ്ടാം പാൽ ഒന്നാം പാൽ വെക്കാൻ പറ്റില്ല, ഒന്നാം പാൽ രണ്ടാം പാൽ വെക്കാൻ പറ്റില്ല, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പൊ നമ്മൾ നേരെ കുക്കിങ്ങിലോട്ട് പോകാൻ പോവാണ്. ചിക്കൻ സ്റ്റൂവിന് വേണ്ടിയിട്ട് ചിക്കനൊക്കെ അവിടെ സെറ്റ് ആക്കി വെച്ചേക്കുക. അല്ല ഒരു കാലരി. ഓക്കെ, അപ്പൊ നമുക്ക് തുടങ്ങാം. കുക്കിംഗ് ടൈം, ലെറ്റ്സ് ഗോ. ഓമ്മയുടെ സാധനമാണല്ലോ ഇരിക്കുന്നത്. ഹാപ്പി അല്ലേ? വെരി ഹാപ്പി. ഈ ലാഗ് ടെക്നോളജി കണ്ടാ നോൺ സ്റ്റിക്ക് ആണ്, ഡ്യൂറബിൾ ആണ്. മാത്രമല്ല ഈ കരിക്കുന്ന പരിപാടി ഒന്നും ഇല്ല. മനസ്സിലായോ? അതിനെ ക്ലീൻ ചെയ്യാൻ എളുപ്പം. ഓക്കെ, തുടങ്ങാം. നമുക്ക് ചിക്കൻ സ്റ്റൂവിന് ആദ്യം വേണ്ടത് ചിക്കൻ. ചിക്കൻ ഉണ്ടല്ലോ, ചിക്കൻ ഓൾറെഡി കട്ടാണ്. പിന്നെ നമുക്ക് കുറച്ച് വെജിറ്റബിൾസ് ഒന്ന് അരിഞ്ഞു വെക്കാം. നമുക്കപ്പോ ഉരുളക്കിഴങ്ങല്ലേ അതിന്റെ മെയിൻ. ഉരുളക്കിഴങ്ങ് അത് സ്റ്റ്യൂ പല രീതിയിലാണ്. ഇപ്പൊ സാധാരണ ചിക്കൻ സ്റ്റ്യൂ ഉണ്ടാക്കുന്ന ആൾക്കാര് ചിക്കൻ മാത്രമായിട്ട് ഉണ്ടാക്കുന്ന ആൾക്കാരും ഉണ്ട്. നമ്മുടെ കേരളമല്ലേ, പല സ്ഥലത്ത് പല രീതിയിലാണ്. അപ്പോൾ ചിക്കൻ മാത്രമായിട്ട് ചെയ്യുന്ന ആൾക്കാർക്കുണ്ട്. അതിനകത്തുണ്ടല്ലോ ഈ ഒത്തിരി വെജിറ്റബിൾസ് താല്പര്യമില്ലാത്തവരും. പിന്നെ വെജിറ്റബിൾസ് ആഡ് ചെയ്യുമ്പോൾ ഒരു അതിനകത്തൊരു ടേസ്റ്റിന് ചെറിയൊരു വ്യത്യാസം വരും. ആ സ്റ്റ്യൂവിൻ്റെ സോസിന് അല്ലെങ്കിൽ അതിൻ്റെ ഗ്രേവിക്ക് കുറച്ചുകൂടെ സ്വീറ്റ്നെസ് കൂടും.
ഇത്രയും കട്ടിക്ക് ക്യാരറ്റ് കിടക്കുന്നു. അല്ല നമ്മൾ ചിക്കൻ്റെ പീസ് ഉണ്ടോ, ചിക്കൻ്റെ പീസ് അത്രയും ചെറുതല്ലല്ലോ. ആ, സോ ഇതനുസരിച്ചിട്ട് വേണം നമുക്ക്. ആ സൈസിൽ തന്നെ വേണം ഇത് ചെയ്യാൻ. അല്ല ഒത്തിരി ചെറുതായി കഴിഞ്ഞാൽ അതുമായിട്ട് ആരും ബന്ധവും കാണത്തില്ല. അതെ, അപ്പം ചിക്കൻ നമ്മളിപ്പോൾ ചെറിയ ക്യൂബ്സ് എടുക്കുന്നെങ്കിൽ ചെറിയ പീസായിട്ട് കട്ട് ചെയ്യാം. പിന്നെ ഈ കുക്കിംഗ് കൂടെ ഒന്ന് പ്ലാൻ ചെയ്യണം, എങ്ങനെ ഇത് വേവണം. ഇത്രയും വലിപ്പത്തിൽ ഇടുമ്പോൾ എനിക്ക് സ്റ്റൂവിന് സാമ്പാറാവോ എന്നുള്ളൊരു അത് ഏകദേശം ആ ഒരു ലെവൽ വരും. ഈ ഉള്ളി നമുക്ക് കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ഞാൻ വേറെ സാധനം കാണിക്കാം. അപ്പം ഈ ചിക്കൻ നമ്മൾ വലിയ പീസസ് ആണ്. അതെ. ഈ പ്രത്യേകിച്ച് ലെഗ് പീസ് മനസ്സിലായല്ലേ, അത് ഒരുപക്ഷെ കുക്ക് ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടുണ്ടാവുന്ന ഒരു സംശയം. വരഞ്ഞു വെക്കുന്ന പരിപാടിയാണോ? കറക്റ്റ്. അപ്പോൾ അതിൻ്റെ ഈ ഉൾഭാഗം നോക്കണേ, ഈ രണ്ട് സൈഡ് ഉണ്ടല്ലോ, ഉവ്വ. ഒന്ന് മസിലിൻ്റെ ഭാഗവും ഒന്ന് ഉൾഭാഗവും. അത് നമ്മളിങ്ങനെ ഒന്ന് വരഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ ആ ബോണിലോട്ട് ഉണ്ടോ, ബോൺ വിസിബിൾ. ഒത്തിരി ഓപ്പൺ ആക്കരുത്, അല്ലെങ്കിൽ പിന്നെ മൊത്തം പൊളിഞ്ഞു പോകും. ഇതെന്താ ഈ കാഷ്നട്ട്സ് മുഴുവൻ സോക്ക് ചെയ്ത് വെച്ചേക്കുന്നത്? സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇത് ഒരു സ്റ്റൂവിൻ്റെ ഭാഗമാകാൻ വേണ്ടിയാണ്. നമ്മൾ സാധാരണ വറുത്തിട്ട് കഴിഞ്ഞാൽ അതൊരു ആ ഒരു ഫീല് കിട്ടില്ല. ഇത് നമ്മുടെ നാടൻ സ്റ്റൂ എന്ന് പറയുമ്പോൾ എപ്പോഴും നമ്മൾ വെജിറ്റബിൾ സ്റ്റൂവിൽ നമ്മളിങ്ങനെ ചെയ്യുന്ന പല വെജിറ്റബിൾസ് സോക്ക് ചെയ്തിട്ട്, അപ്പോൾ അതിൻ്റെ ഒരു ടെക്സ്ചർ സോഫ്റ്റ് ആകുമ്പോൾ ആ സ്റ്റൂമായിട്ട് കുറച്ചുകൂടെ ഒന്ന് ഇണങ്ങി ചേരും. അല്ല ഞാനും ഇതിനകത്ത് ഞാൻ ഇതുവരെ ഇതുണ്ടാക്കിയിട്ടില്ല. സ്റ്റൂ ഇഷ്ടമാണോ? നല്ല ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഡെഫിനറ്റ്ലി ഓക്കെ, നമുക്ക് കൂടി ഒന്ന് കുക്ക് ചെയ്യാം. അപ്പോൾ ഒരു ഏപ്രിൽ തന്നെ കുക്കിന്റെ ഒരു ഫീൽ വേണ്ടേ? ഓൾറൈറ്റ്, ഞാൻ തരാം. ശരിക്കോ? അവരിട്ടേക്കണ കണ്ടപ്പോഴേ ഞാൻ വിചാരിച്ചത് ഇത് ഓർമ്മ ഇതിനെ കണ്ട ഇപ്പോൾ നല്ലൊരു ഷെഫ് ലുക്ക് ഉണ്ട്. ലുക്ക് ഉണ്ടല്ലേ? ജസ്റ്റ് വെളിച്ചെണ്ണയിൽ, അതെ വെളിച്ചെണ്ണയിൽ തുടങ്ങി എണ്ണ ഒന്ന് ചൂടായി വരണം. ഷെഫ് ഇത് സോട്ട് ചെയ്യുന്ന സമയത്ത് ഞാൻ ഇച്ചിരി വെള്ളം കുടിച്ചിട്ട് വരാം. ഓ യെസ്. എന്താ ഒരു കള്ളത്തരം? അതെ, അവിടെ വെള്ളം കുടിക്കാൻ വെറുതെ അതെ ചോക്ലേറ്റ് സോസ് ഒക്കെ ഇരിക്കണം. ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയതാ. കുക്കിംഗ് തുടങ്ങിയില്ല അതിനു മുമ്പ്. എനിക്ക് പ്രശ്നം എനിക്ക് ഈ കറങ്ങി ഇങ്ങനെയുള്ള ഐസ് സാധനമൊക്കെ ഇട്ട് എങ്ങനെ പോലും എന്റെ വൈറ്റ് ഷർട്ട് ഇടാനേ പറ്റില്ല. എന്റെ എല്ലാ വൈറ്റ് ഷർട്ടിലും എന്തെങ്കിലും ഒരു കറി ഉണ്ട്. അപ്പൊ ഇനിയിപ്പോ എന്താ പരിപാടി? ഇനിയിപ്പം കുഴപ്പമില്ല, കുക്കിംഗ് അതിന്റെ ബാക്കി പരിപാടി നോക്കാം. ഞാൻ എല്ലാ പ്രാവശ്യം പറയുന്ന പോലെ നമ്മുടെ യൂണിഫോം, പേഴ്സണൽ ഹൈജീൻ ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ അങ്ങനെ ഒരു ഡേർട്ടി ഏപ്രിൻ കൊണ്ട് ഐ വിൽ നെവർ റെക്കമെൻഡ് യു ടു കുക്ക് വിത്ത് മീ. ആണോ? അപ്പോൾ ഇപ്രാവശ്യം ഇതിനെ ഞാൻ ഒന്ന് ഹെൽപ്പ് ചെയ്യാം. യാ, അത് റെഡി ഫോർ ഇറ്റ്? ഇതെങ്ങനെ? ഇതാണ് പേഴ്സണൽ മാജിക്. എത്ര സ്റ്റെയിൻ, എത്ര ടഫസ്റ്റ് സ്റ്റെയിൻ ആണെങ്കിൽ പോലും നിമിഷ നേരം കൊണ്ട് ഷൂ. കൊള്ളാലോ, പേഴ്സിൽ കൊള്ളാം കേട്ടോ. പേഴ്സിൽ മാജിക് ഇതാവുമ്പോ എല്ലാ സ്റ്റെയിനും എത്ര ടഫ് സ്റ്റെയിൻ ആണെങ്കിലും ഒറ്റ അടിക്ക് പോയിക്കോളും. ഇതാണ് പേഴ്സിൽ നമ്പർ 1 ഓൺ ദ ടഫസ്റ്റ് സ്റ്റെയിൻസ്. കൊള്ളാലോ, നിങ്ങളിപ്പോ മാജിക് ഒക്കെ ചെയ്യൂല്ലേ? ഈ മാജിക് അല്ലാണ്ട് വേറെ മാജിക് വല്ലതുണ്ടോ? മുയലിനെ കൊണ്ടുവരും പ്രാവ് ഒന്നുമില്ല. ഇല്ല, പരിപാടി പേഴ്സലിന്റെ പരിപാടിയുള്ളൂ. പേഴ്സണൽ മാജിക്. ഒനിയൻ അങ്ങനെ കരിഞ്ഞല്ലോ, നല്ല ഗോൾഡൻ ബ്രൗൺ ആയിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ ഗോൾഡൻ ബ്രൗൺ ആയിട്ടുണ്ടെന്ന് പുള്ളി പറയാൻ തുടങ്ങിയതാ. ഞാൻ പറഞ്ഞു കരിഞ്ഞല്ലോ. ഇതാണ് നമ്മുടെ സ്റ്റ്യൂവിന് കളർ തരാൻ പോകുന്ന സാധനം. ഓക്കെ, ഇനി നമുക്ക് ചിക്കൻ ഇടാം. ഇവിടെ വീട്ടിൽ നമ്മൾ ഈ ലെഗ് പീസിന് വഴക്കുണ്ടാക്കാൻ പറ്റില്ല. വഴക്ക് മൂത്ത് കഴിയുമ്പോൾ അമ്മ വരയ്ക്ക് വരും. ഇതേ 2 കാലുള്ള കോഴിയാണ്. ഓക്കെ, അപ്പം ഈ ചിക്കൻ ഏകദേശം ഒന്ന് സീലായിട്ടുണ്ട്. ഇനി നമുക്ക് വെജിറ്റബിൾ ഇടണം, അല്ലെങ്കിൽ വെജിറ്റബിൾ വേവില്ല. ഓൾറെഡി നമ്മൾ ഇങ്ങനെ വലിയ പീസായിട്ട് കട്ട് ചെയ്തേക്കാം. ഓക്കെ, ഈ പൊട്ടറ്റ് നമ്മൾ മാഷ് ചെയ്യത്തേ ഇല്ലല്ലേ, അങ്ങനെ തന്നെ ഇടുക അല്ലേ? അതും ഒന്ന് എണ്ണയ്ക്കകത്ത് ഒന്ന് വഴരണം. രണ്ടാം പാലെന്ന് പറഞ്ഞ സാധനം ഒന്നാമതായിട്ട് ഒഴിക്കാം. ഓക്കെ, കുഴപ്പമില്ല. വളരെ കുറച്ച് വെള്ളവും ഒന്ന് ഡൈലൂട്ട് ചെയ്യാൻ വേണ്ടി.
നിസാം ഇതെവിടെ തിളങ്ങുന്ന ഷർട്ടൊക്കെ ഇട്ട് അല്ല സാറിന് പുതിയ അടിമയെ കിട്ടിയ ഇപ്പുറം കിട്ടിയെന്നേ ഉള്ളൂ. ഓക്കെ ഞാൻ കരുതി തീരുമ്പോ പുതിയ അടിമയെ കിട്ടുന്നു. ഞാൻ ഉച്ചയ്ക്ക് ശേഷം ഒന്ന് പുറത്തേക്ക് പോകണം, എനിക്ക് അത്യാവശ്യമായിട്ട് ഒരു സ്ഥലം വരെ പോകാം. ഉച്ചയ്ക്ക് ശേഷം പോയി കഴിഞ്ഞാൽ എൻ്റെ വീട്ടിലെ പണി ആരെടുക്കും? ഞാൻ എല്ലാം ചെയ്ത് വെച്ചിട്ടുണ്ട് സാർ. എൻ്റെ ഷൂ പോളിഷ് ചെയ്യാൻ, ഷൂ പോളിഷ് ചെയ്ത് പുതിയ സോക്സ് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. മറ്റേ ഉടുപ്പ് തേക്കാൻ പറഞ്ഞത് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്, ക്ലീനിങ് വരെ ചെയ്തു. നിങ്ങൾ എന്താണ് ഒരു അടിമ എടുത്ത് സംസാരിക്കണം? ആ പാവപ്പെട്ട മനുഷ്യന് പുറത്ത് എവിടെയും പോകുന്നുണ്ടെങ്കിൽ ഇവൻ ഫുൾ ഉടായിപ്പാ. മിഥുൻ ചേട്ടാ, ഞാൻ ഒരു ചെറിയ ഒരു ഓഫീസിലുള്ള ആൾക്കാരുടെ അസോസിയേഷനിൽ പാട്ടാടാൻ പോകും. ഒരു അസോസിയേഷനിൽ അവിടെ പോയി പാട്ട് പാടുന്നതിന് എന്താണ് നിങ്ങൾ ഓഫീസിലെ അസോസിയേഷൻ? ഏത് അസോസിയേഷൻ? ഏത് ഓഫീസ്? അത് US അസോസിയേഷൻ, മറ്റേ എമിഗ്രേഷൻ അസോസിയേഷൻ. എമിഗ്രേഷന്റെ അസോസിയേഷനിലെ മലയാളം പ്രോഗ്രാം കേട്ടല്ലോ. അസോസിയേഷനാ? ഞാൻ അതേ പാടിക്കോളാം. താൻ വിചാരിച്ചിട്ട് കൊണ്ടുപോകാൻ പറ്റുന്നില്ല. അദ്ദേഹം അവിടെയെങ്കിലും പോയി ചെന്ന് സാറോ കൊണ്ടുപോകുന്നില്ല. ഞാൻ അവിടെ ചെന്ന് ഞാൻ പറയാനുള്ളത് പറഞ്ഞു. ആരെയും സ്വാധീനിക്കേണ്ട, ആ ഏരിയയിലോട്ട് പോലും പോകണ്ട. സാറേ, ഞാൻ സാറിനെ കുറിച്ചിട്ട് പുകഴ്ത്തിട്ടാ പാടി. അത് നല്ല പാട്ട് പാടിയാൽ കുറച്ച് ബാക്കി വരികളുണ്ട് എഴുതിയിട്ടുള്ളത്, അതുകൂടെ ഞാൻ എല്ലാവർക്കും കൂടെ പാടിക്കൊടുക്കട്ടെ. അപ്പൊ ഒന്നും പറയണ്ട, ഞാൻ പെട്ടെന്ന് പോയിട്ട് പെട്ടെന്ന് വരാം. ഓക്കെ, റെഡി? നന്നായി വരും. അവനാ ബാക്കി വരി പാടിയിരുന്നേ കേൾക്കായിരുന്നു. അതുകൊണ്ടല്ലേ പെട്ടെന്ന് പറഞ്ഞു. സ്റ്റൂ നോക്ക്, ഇവിടെ ഒന്ന് സ്റ്റൂ ചെയ്യുന്നുണ്ട്. ഇത് ഓൾമോസ്റ്റ് ഏതാണ്ട് കുളമായോ? അല്ല, ഏതാണ്ട് നന്നായോ? നല്ലത് പറയും. ഞാനിതൊന്ന് ഒന്നൊന്ന് റെഡ്യൂസ് ചെയ്യണേ. ഓക്കെ, എന്നിട്ട് നമുക്ക് മറ്റേ ഒന്നാം പാൽ ഒഴിക്കുന്നു. and then we are done. ഓക്കെ, നമ്മുടെ കുക്കിംഗ് പ്രോസസ് വളരെ കറക്റ്റ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു ബ്രേക്ക് എടുത്തിട്ട് തിരിച്ചു വരാം. ഏഷ്യനെറ്റ് ബാച്ചിലേഴ്സ് കിച്ചൺ സീസൺ 3 പവർഡ് ബൈ ഡാക് ആൻഡ് പേഴ്സണൽ. ഒരു ഷോർട്ട് ബ്രേക്ക്. വെൽക്കം ബാക്ക് ടു ഏഷ്യനെറ്റ് ബാച്ചിലേഴ്സ് കിച്ചൺ സീസൺ 3 പവർഡ് ബൈ ഡാക് ആൻഡ് പേഴ്സണൽ. ഇനി നമ്മുടെ കുക്കിംഗിന്റെ ഫൈനൽ സ്റ്റേജ് അല്ലേ? ഇറക്കാം. അതെ, ചിക്കൻ നല്ല നൈസായിട്ട് കുക്കായിട്ടുണ്ട്. വെജിറ്റബിളും കുക്കായിട്ടുണ്ട്. ഏരിയ അറിഞ്ഞ് സ്റ്റൂ ഉണ്ടാക്കി അല്ലേ? അങ്ങനെയാണ് വേണ്ടത്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് തീ ഒന്ന് കുറയ്ക്കുക. ഒന്നാം പാൽ, നമ്മുടെ ഒന്നാം പാല് ആവശ്യത്തിന് അങ്ങോട്ട് ഒഴിക്കുക. That's it. അവിടെ കൊഴുപ്പ് കൊടുക്കാനും പറ്റില്ല. കൊഴുപ്പ് കൊടുത്താൽ അവന്മാരെ പറ്റി പറയും. ഇല്ല, ഇത് ആവശ്യത്തിന് മാത്രമേ കുഴപ്പമുള്ളൂ. കറക്റ്റ് ആയിരിക്കും. എന്നിട്ട് നമ്മൾ ആവശ്യത്തിനല്ല ഈ ആവശ്യത്തിനുള്ള ഉപ്പ് ടേസ്റ്റിനുള്ള ഉപ്പ് ആദ്യം നമ്മൾ കുറച്ചിട്ടതാണ്. നമ്മളോട് ആദ്യം നമ്മൾ കുറച്ചിട്ടായിരുന്നല്ലോ. അപ്പം അത് ആലോചിച്ചിട്ട് വേണം ഇപ്പം ആഡ് ചെയ്യാൻ. കുറച്ചേറെ ഇട്ടല്ലോ. ഇല്ലല്ലോ, നമുക്കൊരു കറക്റ്റ് ഇത്രയും സാധനത്തിന് എന്തായാലും അത്രയും ഉപ്പ് വേണം അല്ലേ? 100%. പക്ഷെ എന്നാലും അതിനകത്തോട്ട് കുറച്ച് ഉപ്പ് കയറാൻ വേണ്ടി നമ്മൾ ആദ്യം ഇട്ട ഇട്ടത് കാരണം അത് കാരണമല്ല വെള്ളമൊക്കെ ഇറങ്ങിയത് അല്ലേ? വാങ്ങി വെക്കാറായോ? വാങ്ങി വെക്കാൻ നമ്മളവിടുത്തെ അടുപ്പിൽ നിന്ന് വാങ്ങി വെക്കുക എന്ന് പറയുന്നത് അല്ലേ? എന്താണെന്നല്ലേ അങ്ങനെ ഒരു യൂസേജ്? വാങ്ങുക നമ്മള് തീക്ക് കൊടുത്തതല്ലേ? അതാണ് തിരിച്ച് വാങ്ങി ആയിരിക്കാം. ആലോചിച്ചു ആണല്ലേ? തീയിലേക്ക് നമ്മൾ ഓഫർ ചെയ്തതാണ്. അതാണ്. അപ്പൊ അത് റെഡി ആയപ്പോൾ കൊടുത്തത് തിരിച്ച് വാങ്ങി വെക്കാന്നോ? ഷെഫ് പണ്ഡിതനാണെന്ന് തോന്നുന്നു. കാര്യങ്ങളെല്ലാം വിഗ്രഹിച്ച് പറയുന്നുണ്ട്. അതെ. അപ്പൊ വാങ്ങി വെക്കാൻ സമയമായിരിക്കണം. അതെ. അപ്പൊ ഇത് ഓഫ് ചെയ്യുന്നില്ല. ഇന്ന് കുറച്ചിട്ട് നമ്മളിത് അടച്ചു. ഓക്കെ, റെഡി. ഈ ഒരു പാൻ തന്നു കഴിഞ്ഞാൽ ഓക്കെ, ഹോം മെയ്ഡ് അടുത്ത പാൻ റെഡി. ഇനി പതുക്കെ കടുക് വറുക്കാം. കടുക് യു മീൻ ടെമ്പറിംഗ്? അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ടെമ്പർ ചെയ്തിട്ട് സാധാരണ നമ്മൾ വീടുകളിൽ ചെയ്യുന്നത് ഇതിനകത്തോട്ട് തന്നെ നേരെ ഒഴിക്കുകയാണ്. അപ്പൊ നമുക്ക് കുറച്ചുകൂടെ ഒരു ഗാർണിഷ്, ഇതിനകത്ത് പ്രത്യേകിച്ച് ഗാർണിഷിന്റെ ഓപ്ഷൻസ് ഇല്ലാത്തത് കാരണം നമ്മൾ ഇതിനകത്ത് ചെയ്തിട്ട് ഇതിന്റെ മുകളിലോട്ട് തന്നെ ടെമ്പർ ചെയ്ത് ഒഴിക്കുന്നു. ലുക്ക് ഗുഡ്, ടേസ്റ്റ് ഗുഡ്, ഫീൽ ഗുഡ്. രണ്ട് ലെഗും എടുത്തില്ലേ? രണ്ടും എടുത്തിട്ടുണ്ട് സാർ. നമ്മുടെ ചിക്കൻ കാഷ്യൂനട്ട് സ്റ്റൂ എന്നാക്കണോ അല്ലേ? അതല്ലേ പേര്? കാരണം കാഷ്യൂനട്ട് ഇങ്ങനെ പൊങ്ങി നിൽക്കുമല്ലേ? അപ്പൊ നമ്മുടെ ചിക്കൻ കാഷ്യൂനട്ട് സ്റ്റൂ
കഴിക്കാനായിട്ട് നമ്മുടെ ആൾക്കാരെയും കൂടി ക്ഷണിക്കണ്ടേ? റെഡ് ടീം ആൻഡ് ബ്ലൂ ടീം പ്ലീസ് കം ബാക്ക്. മറ്റേ തെയ്യത്തവും കൂടി ഇട്. കാലം നെയ്മറിയല്ലേ കൊണ്ടത്. ചൂട് ബ്രെഡ് എനിക്ക് വയ്യ. ഒരു വഴിക്ക് പോകുന്നല്ലേ? കറക്റ്റ് കണ്ടാ വിവേകേ. ഇടയ്ക്ക് മുകളിലേക്കും കൂടി നോക്കാം, ഇതിൽ നോക്കാതെ. അപ്പൊ ടേസ്റ്റിംഗ് ടൈം അല്ലേ? അപ്പൊ നമ്മൾ ഞാൻ പറഞ്ഞില്ലേ ഈ സ്റ്റൂ കണ്ടോ, നിങ്ങൾ കണ്ടോ, നിങ്ങൾ അതെങ്ങനെ അലങ്കരിച്ച് വെച്ചേക്കുന്നുണ്ടോ? സ്റ്റൂ കുറവാണല്ലോ. ഇയാളെ ഇപ്പുറത്തെടുത്ത് ഞാൻ അപ്പുറത്ത് കൊടുത്തു. നിങ്ങളുടെ ബ്ലൂടൂത്ത് എനിക്കിതാ, ഞാൻ ഇടാം. അല്ല, അത് പുള്ളി തികയൂലെന്ന് ഉദ്ദേശിച്ചു പറഞ്ഞതാ. എല്ലാരും ഓരോ ബ്രെഡ് എടുത്തും കഴിച്ചു നോക്കല്ലേ? ഒരു സ്പൂൺ എടുത്തൊന്ന് സ്പൂൺ എടുത്തൊന്ന് മിക്സ് ചെയ്യാം അല്ലേ? ഇവൻ കാണട്ടോ, നിങ്ങൾ നല്ല പീസ് എടുത്തു. എനിക്ക് ലെഗ് പീസ് എങ്ങാനും മതി കേട്ടോ. നിങ്ങൾ നല്ല അതുകൊണ്ടാണ് പുള്ളിയെ ഷെഫ് എന്ന് വിളിക്കുന്നത്. ഞാനേ പോക്കറ്റിൽ കുറച്ച് കളർ ഇട്ടുണ്ടാ വന്നേ. തേങ്ങ ഉടക്കി സ്വാമി, ഇതാ ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. ഓക്കെ, ഇത് വെച്ച് ആ ഒരു ഇതൊക്കെ എങ്ങനെ എടുത്ത് നോക്കിയേ ആ സ്റ്റൂവിന്റെ. സൂപ്പർ ലെഗ് പീസ് ചേട്ടൻ പറഞ്ഞു വെച്ചിരിക്കട്ടെ. ടേസ്റ്റി ഉണ്ടേ. നമ്മളുണ്ടാക്കിയ അതേ ബ്രെഡ്. സോ ഗുഡ്, സോ ഗുഡ്. ഇത് നിങ്ങൾ വീട്ടിലുണ്ടാക്കി നോക്കിയാൽ ഇത് പൊളിച്ചെടുക്കും, ഞങ്ങൾക്ക് സംശയമില്ല. ഞാൻ ഈ ടെമ്പറിംഗ് ഒക്കെ ട്രൈ ചെയ്യാൻ പോകട്ടോ. മാക്സിമം എല്ലാം കഴിഞ്ഞിട്ട് അവസാനം ആ കടുകടുത്ത് വെറുതെ ഇങ്ങോട്ട് ഒഴിച്ച് അതിൻ്റെ മുകളിൽ ഇതൊക്കെ സെറ്റ് ചെയ്ത് ആ കാഷ്നട്ടൊക്കെ സോക്ക് ചെയ്ത് വെച്ച്. അപ്പോ നമ്മുടെ അടുത്ത എപ്പിസോഡിൽ പുതിയൊരു ഡിഷും ഒരുപാട് രസകരമായിട്ടുള്ള മത്സരങ്ങളും ഒക്കെ ആയിട്ട് നമുക്ക് തിരിച്ച് വീണ്ടും കാണാം. So, see you the next episode of Asianet Bachelor's Kitchen Season 3 powered by DAC and Person.